ಹಲೋ ವಿವೇಸ್ ನಮ್ಮ ಮಂಗಳೂರು ನಿಮ್ಮ ಆಂಟಿಗೋಲ್ ಅಫ್ಲಾಲ್ ನಿಮ್ಮ ಆಂಟಿಗೋಲ್ ಚೆಲ್ಲಿಟ ಅಫ್ಲಾಲ್ ഒന്നുകൂടി ആക്കണം ഇത് വീഡിയോ കട്ടാക്കണ്ട നമ്മ മംഗളൂരു ನಿಮ್ಮ ആന്റിഗോൾ അഫ്ലാൽ സൗണ്ട് ഉണ്ടായിട്ടാ നമ്മ മംഗളൂരു ನಿಮ್ಮ ആന്റിഗോൾ ഇന്ന് അഫ്ലാൽ ഉണ്ട് നിസാം ഉണ്ട് എല്ലാവരും ഉണ്ട് നിയാനുണ്ട് സുധി ഉണ്ട് എല്ലാവരോടും ചോദ്യം ചോദിക്കുന്ന ദിവസം ചോദ്യം ചോദിക്കുന്നത് ഇവരിൽ എന്ത് കവറിലൊക്കെ എത്തി ചോദ്യം ചോദിക്കാൻ ಓಕೆ അപ്പോൾ എന്തായാലും ಆ್ಯಂಟಿ ಗೋಲ್ಡ್ ಆ್ಯಂಡ್ ಡೈಮಂಡ್ಸಿನ ಮತ್ತೊಂದು ವಿಡಿಯೋಗೆ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ. ಯಾಕೆಂದರೆ ಇವತ್ತು ಗೋಲ್ಡ್ ರೇಟು ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಆಯಿತು ಬೆಳಿಗ್ಗೆ. ಮಧ್ಯಾಹ್ನಕ್ಕೆ ಕಮ್ಮಿ ಆಯಿತು. അപ്പോൾ ಇವತ್ತು ಎಷ್ಟು ರೇಟ್ ಆಯಿತು ನೀ ಹೇಳಬೇಕು. ಇಪ್ಪತ್ತು ರೇಟ್ ഇപ്പോൾ ഗ്രാമിന് 14,690 പവന് 1,17,520. ഇന്ന് ഉച്ചക്ക് കുറഞ്ഞിട്ട് ജാവു അല്ല ചെറിയ 18 ക്യാരറ്റിന് ചെല്ലു ചെല്ലു ധാരാളം പോട്ട് അത് സെറ്റാക്കാം. 18 ക്യാരറ്റിന് 12,135. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ചെല്ലുന്നത് എന്ത് പറഞ്ഞു കൊണ്ടല്ലോ കഥ നിങ്ങൾക്ക് മനസ്സിലായിനാ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. രാവിലെ ഞങ്ങൾ എല്ലാവരും ഷോപ്പിലേക്ക് വരുമ്പോൾ വില കൂടിയിട്ടുണ്ടായി. ഷോപ്പിലിരുന്നിട്ട് 2-3 കസ്റ്റമറിൽ പോയിട്ടാകുമ്പോൾ വില കുറഞ്ഞു അല്ലേ? അതല്ല നീ ചെല്ലിയത് മധ്യാഹ്നം ചെല്ലാലും ഉച്ചയ്ക്ക് വില കുറഞ്ഞു. രാവിലെ വരുമ്പോൾ വില കൂടിയിട്ടുണ്ടായി. ഇപ്പോഴത്തെ റേറ്റ് പ്രസൻറ്റിൽ 1,17,520 ഒരു പൗണ്ടും 1 ഗ്രാമിന് 14,690 ಆಯ್ತುಂಟು ಅಲ್ಲೇ. 14,690 ಮತ್ತೊಂದು 1,17,520. ಮತ್ತೆ ಇವತ್ತು ಸ್ಪೆಷಲ್ ಇದೆ ಅಂತ ಕಲೆಕ್ಷನ್ಸ್ ಇದೆ. ഇന്നത്തെ നോമ്പിന്റെ പ്രത്യേകത പറയാനില്ല. പ്രത്യേകത പറയാനുണ്ട്. അതിനില്ല സൗണ്ടൊന്നും വരുന്നില്ല. മുണ്ടി ചിരിച്ചിട്ടല്ലോ. ഓക്കെ നോമ്പിന്റെ പ്രത്യേകത ഇന്ന് നോമ്പ് 5ആണ്. യെസ് നോമ്പ് 5 എന്ന് പറയുമ്പോൾക്ക് നോമ്പ് 5ന്റെ പ്രത്യേകത ചെല്ലുമ്പോൾക്ക് പിന്നെ നമുക്ക് എന്തായാലും അഫ്ലാലിനോട് ചോദിക്കാം. അഫ്ലാലാകുമ്പോൾ അത് ബിഹാരിയിലും ചെല്ലും അതേപോലെ തന്നെ മലയാളത്തിലും ചെല്ലിത്തരും. അല്ല ബിഹാരിയിലും ചെല്ലും കന്നഡയിലും ചെല്ലും. ഓക്കെ നമുക്ക് സെറ്റാക്കാം നിസാമിനെ. പിന്നെ ഇൻഷാല്ല അപ്പം ഞാൻ കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ റംസാൻ്റെ ഈ 5ന്റെ സ്പെഷ്യൽ ചെല്ലുന്നത് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. ദാനധർമ്മങ്ങൾ അതുപോലെ തന്നെ പാപത്തിനെ പറ്റിയിട്ട് ചോദിക്കുന്ന ദിവസം എല്ലാം എപ്പോഴും ചോദിക്കണം എങ്കിലും കുറച്ച് ഇത് അതുപോലെ തന്നെ നമ്മൾ മാഫാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ തെറ്റൽ ചെയ്തിട്ടുണ്ടാവില്ല അതിനെല്ലാം പൊരുത്തം പഠിക്കുന്ന ദിവസത്തിലാണ് 5 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ. ഓക്കെ പ്രത്യേകിച്ചിട്ട് ദാനധർമ്മങ്ങൾ വർദ്ധിക്കുന്നത് 5 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മലയാളമാണ്. ഇതിൻ്റെ കന്നഡ എല്ലാവർക്കും അറിയണമെന്നില്ല. ಕನ್ನಡ ಮಾತಾಡೋದಕ್ಕೆ ಅಕ್ಕಿಫ ಇದೆ ಮತ್ತೆ ಅಕ್ಕಿಫ ಒಂದು ಜನಕ್ಕೆ ಸೆಟ್ ಆಗಿದೆ 2 ಜನ ಅಲ್ವಾ ಸೆಟ್ ಆಗಿല്ലെങ്കിൽ ರೆಡಿ ಆಗಿട്ടുണ്ട് പറയാൻ വേണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ സെറ്റ് ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല ഇത് ರೆಡಿ ಆಗಿട്ടുണ്ട് ಮಾತಾಡೋದಕ್ಕೆ 2 ಜನ ಇದೆ. ಒಂದು ಯಾರು ಅಲ್ಲ ಅಫ್ಲಾಲ್. ನಾನು ಹೇಳಿದ್ದು ನಿಮ್ಗೆ ಅರ್ಥ ಆಯ್ತಾ? 3 ಸ್ಪೆಷಲ್ ಇದೆ. 3 ಯಾವುದೆಲ್ಲ ಯಾವುದಿದೆ? 3 ಒಂದು ನಾವು ಫಾರ್ಗಿವ್ನೆಸ್ ಕೇಳಬೇಕು, ಮತ್ತೆ ಇನ್ನೊಂದು ಬಡವ ನಿರ್ಗತಿಗರಿಗೆ ಆಹಾರ ನೀಡಬೇಕು, ಮತ್ತೆ ಇನ್ನೊಂದು ആളുണ്ട് കുറേ നീ അങ്ങോട്ട് പോണ്ട. വെരി ഗുഡ് താങ്ക് യു ജസാക്കല്ലാഹ് ഖൈർ കീപ് ഇറ്റ് അപ്പ്. ಥ್ಯಾಂಕ್ ಯು. ഓക്കെ നല്ലതും ഉണ്ടപ്പോൾ മനസ്സിൻ്റെ അല്ലേ? നല്ലതും ഉണ്ട്. ഓക്കെ ഇൻഷാ അല്ലാഹ് ഖൈറിലാക്കട്ടെ. അല്ല ഖൈറിലും ബർക്കത്തിലാക്കട്ടെ. ഓക്കെ പിന്നെ യോനെ പറ്റി ഞങ്ങൾക്ക് പറയാനുണ്ട് വീഡിയോയിൽ. ഞാൻ കേട്ടി പോകുമ്പോൾ എൻ്റെ ഒക്കെ ഉണ്ടാകുന്ന ഒരുത്തരാണ് യോനെ. അപ്പോൾ യോനെ എങ്ങനെ ചൊടിപ്പിക്കാൻ കഴിയാല അവരൊരു സൈഡാക്കിയിട്ട് പോയത് ഞങ്ങൾക്ക് കഴിയാല. ഞാൻ ഒരു നിർത്തുന്ന കളിക്കിട്ട് പോയത്. ഓക്കെ അതുകൊണ്ട് നല്ലൊരുത്തര് മാഷാ അല്ലാഹ്. പിന്നെ അത് എൻ്റെ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നല്ലത്. ഇനി വേറെ ഷോപ്പാർ കൂട്ടിയിട്ട് കൊണ്ടുപോയായിരുന്നു അപ്പോൾ ഒരു കൂട്ട് അല്ലല്ല ഞൻ്റെ കിണ്ടാൽ മാത്രമേ നല്ലതുള്ളൂ. നിങ്ങളൊക്കെ എഴുതുമ്പോൾ കൊട്ടാവും. ഓക്കെ നിസാം അവസാനത്തെ ചോദ്യം നിന്നോടാണ് മുത്തേ. എന്താണ് അവസാനത്തെ ചോദ്യം? ഉത്തരം ചോദിക്കുന്നത് അല്ലേ? കറക്റ്റ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമുക്ക് ഇന്നൊരാൾ പരിചയപ്പെടുത്താനുണ്ട്. ആര് ചെല്ലെങ്കിൽ നീയാനോട് ക്വസ്റ്റ്യൻ നമ്മൾ ആക്കിയിട്ട് ചോദിക്കുന്നുണ്ട്. വേറെ ക്വസ്റ്റ്യൻ ഞങ്ങില്ലേ നോമ്പില് ആരെടുത്ത് ചൊടി ഉണ്ടെങ്കിലും ഇപ്പൊ മാഫ് കൊടുത്തിട്ട് ശരിയാണോ അല്ലേ? അപ്പൊ നീ ആരെടുത്തെങ്കിൽ ചൊടി ഉണ്ടാ? നീ ആരെടുത്ത് മുണ്ടാണ്ടായി അങ്ങനെ എന്തില്ല. നല്ല നിയത്ത് തന്നെ. ഓക്കെ
അവളെ ചോദ്യം ഉണ്ടല്ലോ, അത് ഒന്നൊന്നര ചോദ്യം. അത് നീ എന്ത് ഉദ്ദേശിച്ചത് നമുക്ക് അല്ല മനസ്സിലായി. അത് ഞാൻ ചോദിച്ചല്ല, നാണല്ല ആ വേർഡ്സ് ഇല്ലേ എന്റെ മൗത്തുനിന്ന് പുറത്തു വന്നത്, പക്ഷെ തന്നാലോ മതി. അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുക അല്ലേ. ഓക്കെ, എന്തായാലും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിന്നെ ആരോട് എന്ത് ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല. നാളെ മറ്റൊന്ന് മരിച്ചിട്ട് പോകുന്ന ദുനിയാവ്, പിന്നെ ആരെയപ്പോൾ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് കിടന്നുറങ്ങിയവന് നാളെ മരിച്ചിട്ടുണ്ടാകും അല്ല. അങ്ങനത്തെ ദുനിയാവിൽ കൂടി നമ്മൾ കടന്നു പോകുന്നുള്ളൂ. ഇൻഷാ അല്ലാ എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും അതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കി കൊടുക്കട്ടെ, ആരോഗ്യമെല്ലാം ഉണ്ടാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവർക്കും ആക്കട്ടെ. വണ്ടിയിൽ പോകുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് മരിക്കില്ല, അങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ പെട്ടെന്നുള്ള മരണം. അത് എപ്പോഴും ഭയങ്കര വിഷമം ഉണ്ടാക്കും കുടുംബത്തിനും അവർക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ. ഇൻഷാ അല്ലാ അതിൽ നിന്ന് എല്ലാവരും മാറിക്കൊടുക്കട്ടെ. അതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് കാണുന്നുണ്ടോ സൂയിസൈഡ് ആക്കുന്നത് അല്ലേ. എന്തെങ്കിലും ചെറിയ കഥ വരുമ്പോൾ അപ്പം തന്നെ സൂയിസൈഡ് ആക്കാനുള്ള ഒരു ട്രെൻഡ്, അതിലൊരിക്കലും പാടില്ല. ദീനിൽ എന്ന് പറഞ്ഞെങ്കിൽ മുസ്ലിമായിട്ട് ജനിച്ചിട്ട് മുസ്ലിമായിട്ട് മരിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് വരുന്നത് അല്ലേ. അത് ദീനിലല്ല, ആർക്കായെങ്കിലും മറ്റ് മതസ്ഥ നമ്മുടെ സഹോദര മതസ്ഥിലായെങ്കിലും പിന്നെ ആരും സൂയിസൈഡ് ആക്കാൻ പറയുന്നില്ല. അതായത് ഞാൻ അതിൽ ഒരു ഉദാഹരണം ഇങ്ങനെ പറഞ്ഞു തരാം. ഒരു രാജാവ് ഒരു പണ്ഡിതൻ്റെ അടുത്തേക്ക് പോകുന്നു. പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് ചുമര് നോക്കിയിട്ട് പണ്ഡിതനോട് രാജാവ് പറയുന്നു, പണ്ഡിതൻ രാജാവിനോട് പറയും ഈ സമയം. അപ്പോൾ രാജാവ് ഭയങ്കര സന്തോഷത്തിലുണ്ട്, ഹാപ്പിയിലുണ്ട്, ഭയങ്കര ചിരിയും കളിയിലുണ്ട്. പണ്ഡിതൻ പറയുന്നു ചുമര് നോക്കിയിട്ട് ഈ സമയവും കടന്നു പോകും. അർത്ഥയച്ചല്ലേ, ഈ സമയവും കടന്നു പോകും. അതായത് ഇപ്പോഴത്തെ ടൈമും കടന്നു പോകും. ഈ ചിരിയും ഈ സന്തോഷമെല്ലാം നാളെ ഉണ്ടാവല, നാളെ വരും. പിറ്റേ ദിവസം പണ്ഡിതൻ വരുമ്പോൾ ഫുൾ ബേജാറിലുണ്ട് രാജാവ്. അപ്പോൾ വീണ്ടും ആ ചുമര് നോക്കിയിട്ട് പറയുന്നത് ഈ സമയം കടന്നു പോകും. അർത്ഥമായ. അപ്പോൾ പെട്ടെന്നുള്ള നമ്മളെ ആ ഒരു ദേഷ്യത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൻ്റെ മുകളിൽ നമുക്ക് എന്തെല്ലാം തിങ്കാവും. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, രാജാവ് പ്രജനോട് പറഞ്ഞൊരു കഥ, അതായത് രാജാവ് ആ വലിയ പിന്നെ പണ്ഡിതനോട് പറഞ്ഞ കഥ എന്ത്, ഈ സമയം കടന്നു പോകും. മനസ്സിലായി. അപ്പോൾ ഈ സമയം കടന്നു പോകും. പണ്ഡിതൻ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു ഈ സമയം കടന്നു പോകും. കാരണം എല്ലാ ടൈം നിങ്ങൾ കുറച്ച് സമയത്തേക്ക് ടെൻഷൻ ഉണ്ടാവും, പക്ഷെ ആ ടൈം നമ്മൾ കടന്നു പോകും. നമ്മൾ എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് തിരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, അതിനെല്ലാം നമ്മൾ റിട്ടേൺ വന്നിട്ടില്ലേ. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ തിങ്ക് വേണ്ട. ഒരിക്കലും പോം വഴിയല്ല ലൈഫിൽ, ഒരിക്കലും ഒരു പോം വഴിയല്ല. നമ്മൾ ഭീരുക്കളിൽ നിന്നാണ് അതിന് പറയല്ലേ. ധൈര്യമില്ല, തൻ്റെ അടുത്തവരോട് കൂടി നേരിടാൻ പറ്റണം. എന്തു ആവേല നമുക്ക്, എന്താവേല അല്ലേ, എന്തിനും നേരിടാൻ പറ്റണം. അന്നെങ്കിലും നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇന്നലെ മിനിയാന്നല്ലായിട്ട് പല ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ തന്നെ നല്ല ഇൻഫ്ലുവൻസറായിട്ടുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ മരണെല്ലാം കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഓക്കെ, ഒന്ന് എനിക്ക് ഭയങ്കര വിഷമമായ ഒന്ന് നമ്മളെ ചിന്നുപാപ്പ് ചെല്ലെങ്കിൽ നമുക്ക് എത്രയോ വീഡിയോ അല്ലേ സുധി, 2-3 പ്രാവശ്യം വീഡിയോ ആക്കി. നമ്മൾ നല്ലൊരു കസ്റ്റമർ ഒരുപാട് കസ്റ്റമറിൽ അയച്ചു തരും. ഞാനൊന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ പോലും തിങ്ക് ആക്കിയിട്ടില്ല അങ്ങനെ ആക്കും. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഓളെ പിന്നെ ബോയ് ഫ്രണ്ട് അല്ലേ ഒക്കെ അതന്നെ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു മനസ്സിൻ്റെ ഒരു ഇത് കൊണ്ടുവരുന്ന ഒരു ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാലവും കടന്നു പോകും. പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറും. എപ്പോഴും ഒരാളെ നമ്മൾ ഹാർട്ടിൻ്റെ ഒരു സാധനം കണ്ടിനാ, എന്തേലും പറയുന്നത് ഇങ്ങനെ ആയിട്ട് പോകുന്നത് പൾസ് എങ്ങനെ ഉണ്ടാവല്ലേ. അത് പൾസും ചെല്ലുന്ന സാധനം താഴെ വരും മുകളിൽ വരും, താഴെ വരും മുകളിൽ വരും. താഴെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാ 100% മുകളിലേക്ക് എത്തും. മുകളിൽ നിങ്ങൾ പോയിട്ടുണ്ടാ താഴെ വന്നിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, ഒരിക്കലും മുകളിൽ തന്നെ നിൽക്കില്ല, അതുപോലെ താഴെ നിൽക്കില്ല. നമ്മൾ എത്ര താഴെ ഉണ്ടോ നമ്മൾ അത്ര തന്നെ മുകളിൽ വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് ചെല്ലുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് എത്തിയെങ്കിൽ ഒരിക്കലും നമ്മൾ താഴെ തട്ടിലേക്ക് വന്നെങ്കിൽ നമുക്ക് ബേജാറാവാൻ എക്സ്പീരിയൻസ് ആക്കിയിട്ട് വന്നത് കൊണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഞാനിട്ട് ചായ കൊടുക്കുമ്പോൾ അതുപോലെ ഗ്ലാസ് കൊടുക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ എവിടെയെങ്കിലും ഇവിടെ വൃത്തികേടായെങ്കിൽ കടലാസും മറ്റേ സ്പ്രേ കൊണ്ട് അടിക്കുമ്പോൾ നമുക്ക് വലിയ അതൊന്നാവല എന്താവല നമ്മ ഇതെല്ലാം അടിച്ചിട്ടല്ലേ വന്നിട്ടത്. അതുമില്ലേ, ഞാൻ ചെങ്ങന്നൂർ ഷോപ്പിലുണ്ടാകുന്ന സമയത്ത് ആ ഷോപ്പിൻ്റെ മുമ്പ് ചെല്ലെങ്കിൽ ഫുള്ള് സ്കൂളും കോളേജും ഫുള്ള് ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ടാവും. നമ്മളിവിടെ പുറത്ത് നിന്നിട്ട് അത് 10 മണി ടൈമിൽ ഷോപ്പ് 10 മണിക്ക് തുറക്കുന്നത്, ഒരു റാഡർ വെച്ചിട്ട് മുകളിൽ കയറിയിട്ട് സ്പ്രേ അടിച്ചിട്ട് തുറക്കുന്നത്. വരുമ്പോൾ ഉള്ളിൽ ചടലാക്കിയിട്ട് വന്നേ നോക്കുമ്പോൾ അപ്പുറത്ത് ഫുള്ള് പെണ്ണുള്ള നോക്കുന്നുണ്ടാവും. ബസ് 2 സൈഡ് ബസ് സ്റ്റാൻഡ്. ഓക്കെ, ഫുള്ള് നോക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ടെൻഷനാവും എനിക്ക്. അല്ല ഇതിൽ പെണ്ണുങ്ങളെ കാണാം. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ്
ಬೇಜಾರല്ലോ നാണക്കേടല്ലോ. അപ്പം മറ്റേ മാസ്ക് നിറഞ്ഞിട്ടപ്പോൾ കൊറോണയ്ക്ക് ശേഷമാണ് മാസ്ക് വന്നത്. പണ്ടുണ്ടായിന്, പക്ഷെ മാസ്ക് വേൾഡിൽ കൊണ്ടുവന്നതപ്പോൾ അല്ലേ. പണ്ട് ഞമ്മ ചൈനയിലെല്ലാം പോകുന്ന സമയത്ത് മാസ്ക് എല്ലാം ഇട്ടിട്ടാണ് ഇതുവരെങ്കിലും ഇട്ടില്ല, കളിയാക്കലുണ്ട്. ഇപ്പം മാസ്ക് ഒരു ഒരു ഫാഷനായിട്ട് മാറി അല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ എന്താക്കും, ടവലില്ലേ, ടവലിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നത്, ടവലിൽ തന്നെ കർച്ചീഫ് കെട്ടിയിട്ട് മുകളിൽ ഇങ്ങനെ മരുന്നാക്കിയിട്ട് കൊടുക്കും. എന്നെ കണ്ടുകൊണ്ടാലത്ത് ഒരു 2 ആഴ്ച അങ്ങനെ ആക്കി, പിന്നെ വിട്ട്. നമ്മളെ പണിയും നമ്മളെ ഇതെല്ലാം കണ്ടിട്ട് നോക്കുന്ന പെണ്ണ് പിള്ള നോക്കിയാൽ തിരിക്ക് വന്നേക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലായ, നമ്മളെ ജോബ് അതേപോലെ നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് നോക്കുന്ന പെണ്ണുങ്ങൾ നോക്കിയാൽ മതി. അങ്ങനെ ഇപ്പം എനിക്ക് എന്ത് പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ പിന്നെ സൈറ്റിലേക്ക് പോയിട്ടുണ്ടായി, വീഡിയോ അവിടെ എത്തും മോശം അല്ലെങ്കിൽ ക്ഷമിച്ചറ്. എൻ്റെ ബ്രദറിൻ്റെ സൈറ്റിലേക്ക് പോയിട്ടുണ്ടായി. അപ്പം ബ്രദർ വരുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും പണിയെടുത്തിട്ട് കണ്ടില്ല, അങ്ങനെ ഓനവിടെ വെറുതെ ഇരിക്കുന്നുള്ളതെല്ലാം അങ്ങനെ ഇങ്ങനെ ചെല്ലിട്ട് എന്നെ പേടിപ്പിക്കും. അപ്പം ഞാൻ എന്താ പറയുന്നെങ്കിൽ അവിടെ കുറേ താറിൻ്റെ ഡ്രമ്മില്ലേ, താറിൻ്റെ ഡ്രം ഒരു മൂല കഴിച്ചിട്ടുണ്ടാവും, അതിന് പുറത്തിട്ട് വെറുതെ തന്നെ കൊണ്ടിട്ട് ഇവിടെ വെക്കും. ഇവിടെ നിന്ന് കുറച്ച് കൈമാറി കൊണ്ടിട്ട് അപ്പുറം വെക്കും. അപ്പോൾ ഇയാൾ എന്നെ പൊടിച്ചു, നീ ആ താറിൻ്റെ ഡ്രം ആടെ നിன்ற കൊണ്ടേ ചേച്ചി വെറുതെ അല്ല നിങ്ങളുടെ വന്നിട്ട് അവനിങ്ങനെ പണിയൊന്നും എടുക്കില്ല ചെല്ലോ, അതിനാട്ടി കൊണ്ട് ആട്ട് കൊണ്ട് ഇവിടെ വെച്ചേ. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ ഉണ്ടായാ എന്നോടായിട്ടാ, നീ ആടെന്നെ വെച്ചാൽ മതി, ഈ ആടെ നീ ഇരുന്നാൽ മതി, നോക്കിയാൽ മതി, ആയിക്കോട്ടെ. മനസ്സിലായ എനിക്ക്. അപ്പോൾ കുറേ കാലഘട്ടത്തിൽ കൂടി കടന്നിട്ടാണ് നമ്മൾ എല്ലാവരും വന്നത്. ഇൻഷാ അല്ലാഹ് പിന്നെ ഇപ്പം അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനിയും നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചിട്ട് പിന്നെ പുതിയ വരുന്ന തലമുറ അല്ലേ, പുതിയ വരുന്ന തലമുറയ്ക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ജനറേഷൻ, ന്യൂ ജനറേഷൻ പിന്നെ പറഞ്ഞു തരാനുള്ളത് കാലം ഇനിയും മാറും. ഓക്കെ, ഈ കാലവും ഇനിയും മാറും. അപ്പോൾ നിങ്ങൾ അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എന്തായാലും നമുക്കൊരു ടെൻഷൻ അടിക്കേണ്ടതില്ല. ഓക്കെ, എന്തായാലും നമുക്ക് കളക്ഷൻസിൽ പോവാം. ഒരുപാട് ലെങ്ത് വീഡിയോ കൂടി പോയി. ഫസ്റ്റ് ഈ ഒരു ഐറ്റംസ് കണ്ട അപ്പോൾ ഇതിൻ്റെ വെയിറ്റും അതുപോലെ ഡയമണ്ട് സെൻറ്റും ഒന്ന് പറഞ്ഞാൽ. എൻ്റെ വെയിറ്റ് 13 gram 162 മില്ലി. ഓക്കെ, അതുപോലെ എത്ര സെൻറ്റ് ഉള്ള? ഇതിൽ 72 നല്ലുണ്ടല്ലേ, നല്ലുണ്ട്. ഗ്രീൻ സ്റ്റോൺ വന്നിട്ട് ಅಡಿಪೊಳಿ ಸಾನ್ ಅಲ್ಲ, ತುಂಬಾ ಚೆನ್ನಾಗಿದೆ, ಒಳ್ಳೆ ಡಿಸೈನ್ ಅಲ್ವಾ. ಮತ್ತೆ ಇದೆಷ್ಟು ಇದೆಯಾ? ಇದು 8 gram 8 ಗ್ರಾಮ್ ಒಳ್ಳೆ ಇಲ್ವಾ? 34 cent. നോക്കൂ, നല്ല ഉണ്ടല്ലേ, ഒരു വെറൈറ്റി സാധനം, ഒരു തിൻ ആയിട്ടില്ല, നല്ലുണ്ട്. പിന്നെ ഇത് എത്ര ഉണ്ട്? ഇത് 16 gram 16 ഗ്രാം 27 cent. 27 സെന്റ്. ഓക്കെ, അതിൽ റേറ്റും പറയുന്നില്ല, അതിന് പകരം സെന്റും കാര്യം പറയുന്നത്. കാരണം ഗോൾഡിന്റെ റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉച്ചക്ക് ഒരു റേറ്റ്, രാവിലെ ഒരു റേറ്റ്, ഇത് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ റേറ്റ് മാറുന്നു. അപ്പോൾ നമുക്ക് റേറ്റ് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഗോൾഡിന്റെ വെയിറ്റും സെന്റ് എത്രയുണ്ടെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഇത് 17 gram. ഇത് നല്ലുള്ളത്. നീ ഡെമ്മിൽ വെച്ചെങ്കിൽ അത് കറക്റ്റ് കിട്ടോ? ഡെമ്മിൽ വെച്ചെങ്കിൽ കിട്ടുന്ന പോലെ വേറെ എങ്ങനെ കിട്ടാൻ? ആ സ്റ്റോൺ എന്ത് ലുക്കല്ലേ, എന്താ സ്റ്റോണിന്റെ കളർ മോളെ? ലാവെൻഡർ, ഓനിയൻ കളർ. ഒരു ടച്ച് എന്തൊരു ലുക്കല്ലേ. 59 ക്യാരറ്റ് അല്ലേ? അതെ. ഇത് എത്ര? ഇത് 11 gram. ഓക്കെ, 11 അല്ല 12, ഓൾമോസ്റ്റ് 11 gram 900 മില്ലി 15 cent. 50 ക്യാരറ്റ് അല്ലേ? ഇത് എത്ര ഉണ്ട്? 15. ഓക്കെ, ഇത് എത്ര? ദിസ് വൺ ഇത് 9. നോക്കട്ടെ. അല്ലല്ല, അത് ഒരു ക്യാരറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇത് പറയാം. ഇത് 9 gram. 9 ഗ്രാം. ഇത് 81 carat. 81 ക്യാരറ്റ്. ഓക്കെ, പിന്നെ ഈ ക്യാരറ്റും സെന്റിനും പറ്റി നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ നല്ലതല്ലേ? 26 gram. ഇത് നല്ലില്ലേ? സെന്റിന് പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതായത് 100 സെന്റാണ് ഒരു ക്യാരറ്റ്. മനസ്സിലായല്ലേ? 100 സെന്റാണ് ഒരു ക്യാരറ്റ്. ബിലോ 100 അല്ല, ഞങ്ങൾ സെന്റ് പറയും. സെന്റ് പറയും. അപ്പോൾ 100 എബോ വരുമ്പോൾ 1.5 ക്യാരറ്റ്, 1.2 ക്യാരറ്റ് അങ്ങനെയുള്ള വരും. ഓക്കെ, എനിക്കും നല്ലത്, ഓർക്കും നല്ലത്, രണ്ടാൾക്ക് അറിയാനായി പഠിക്കാനായി. പഠിപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് അറിയുന്നതല്ല ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ പുതിയ അറിവ് തേടിയിട്ട് പോകും. മനസ്സിലായോ? ഇത് 26 gram. 26 ഗ്രാം. എത്ര ക്യാരറ്റ് ഉണ്ട് മോളെ? ഇത് 2 carat 28 സെന്റ്. 26 cent. ಓಕೆ, ನಲ್ಲಿಂಡಲ್ಲ പക്ഷേ ಅದು ಅಡ್ಡಿಪೊಳ್ಳಿ ಡಿಸೈನ್, ಒಳ್ಳೆ ಡಿಸೈನ್, ತುಂಬ ಚೆನ್ನಾಗಿದೆ, ಅಡ್ಡಿಪೊಳ್ಳಿ ಸಖತ್ತಾಗಿದೆ ಡಿಸೈನ್. ಇದು 9 gram. 9 ಗ್ರಾಮ್. ಎಷ್ಟು ಗ್ರಾಮ್? ಸಾರಿ, ಎಷ್ಟು ಸೆಂಟ್ ಇದೆಯಾ? 50 ಸೆಂಟ್. 50 ಸೆಂಟ್ ಇದೆಯಾ ನೋಡಿ? ಹೌದು, ಇದು
ನೋ ഇത് 15 ഗ്രാം 50 ഗ്രാം 15 15 പക്ഷെ നല്ല ഉണ്ടല്ലേ 94 സെന്റ് 94 സെന്റ് നല്ല ഉണ്ട് ഇത് 9 ഗ്രാം 9 ഗ്രാം 9 ഗ്രാം 30 ಸೆಂಟ್ 13 ಸೆಂಟ್ ಹೌದು ಓಕೆ 30 30 ಹಾ 30 30 ಹೌದು ನೆಕ್ಸ್ಟ್ ಇದು 9 ಗ್ರಾಮ್ ನಾನು 9 ഗ്രാം ಹಾ 36 ಸೆಂಟ್ 36 സെന്റ് അല്ലേ അപ്പോൾ 36 പിന്നെ ഇത് എത്ര പറഞ്ഞേ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം ഓരോന്നായിട്ട് വെയിറ്റ് മാത്രം പറഞ്ഞാൽ ഇത് 9 9 ഗ്രാം 9 9 ഗ്രാം 15 15 ഗ്രാം 9 9 ഗ്രാം 26 26 ഗ്രാം 26 ഗ്രാം 9 9 ഗ്രാം ഇതുവരെ പള്ളിയിൽ ലേല വിളിക്കുന്ന പോലെ ആയി പോയതാ 11 11 ഗ്രാം അല്ല 11 നിങ്ങൾ കന്നഡ നിർവചന 11 11 ഗ്രാം ഇത് 17 17 ഗ്രാം 17 ഗ്രാം ഇത് 16 16 ഗ്രാം 8 8 ഗ്രാം 13 8 ഗ്രാം 13 ഗ്രാം അಲ್ವಾ 13 13 അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ಸಖತ್ತಾದ ಪ್ರೀಮಿಯಂ ಯಾವುದು ಡೈಮಂಡ್ ನೆಕ್ಲೆಸ್ ನಿಮಗೆ ಇವತ್ತು ತೋರಿಸ್ತು ಮತ್ತು ಇವತ್ತು ನಮ್ಮ ಫುಲ್ಲು കുറേ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് കുറേ എന്തെല്ലാം കഥ ചെല്ലിട്ടുണ്ട് അല്ലേ ഇൻഷാല്ല ഞങ്ങൾ അറിവ് വെച്ചിട്ട് പറഞ്ഞാണ് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിട്ടുണ്ടെങ്കിൽ മാഫാക്കിയത് ഓക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മാഫാക്കിയത് അതുപോലെ നിങ്ങൾ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ മാക്സിമം കമൻറ്റിൽ ചെല്ലാം അല്ലേ ഇനി ഒന്ന് ബ്യാരിൽ ചെല്ലാൻ പറ്റും ബ്യാരിയിൽ ഇങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോനെ പറ്റിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ മാക്സിമം ഷെയർ ആക്കാം എന്തെങ്കിലും മിസ്റ്റേക്സ് ആയെങ്കിൽ നിങ്ങൾ കോമെന്റ് ആക്കി തരാം ബ്യാരി ചെല്ലുവാ ബാരി തന്നെയല്ലേ ഇതങ്ങനെയല്ല ബ്യാരി ഇതല്ല ബ്യാരി ഞക്കേ മനസ്സിലാകുന്നില്ല ഒരു ബ്യാരി അതന്നെ ബാരി തന്നെയല്ലേ ഞാൻ വേണ്ടിയാ ആയിക്കോട്ടെ ഓക്കെ ഇൻഷാല്ലാ എന്ത് ചെല്ലും കൊണ്ടല്ലേ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ മാക്സിമം ഷെയർ ആക്കി എന്ത് ചെല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോയിൽ ഒരുപാട് ആൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബ്യാരി ചെല്ലുന്നത് യൂസ് ബാരിരാ ആ നീ എന്താ ഇത് ബ്യാരിയോ അല്ല കന്നഡമോ അല്ല മലയാളം എന്ത് മറന്നിനെ മലയാളം മുണ്ടിട്ട് ഓക്കെ ഇൻഷാല്ലാ ആയിക്കോട്ടെ ഓക്കെ ഇൻഷാല്ലാ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു അറിയില്ല ശരിക്കും അറിയില്ല എല്ലാം പോയി ആക്ച്വലി പിന്നെ അപ്പോൾ യൂസ്ഫുൾ ഇംഗ്ലീഷ് എന്ന് നിയമുണ്ടെന്ന് എന്തെങ്കിലും മുസഫിർ മുസഫിർ യൂസ്ഫുൾ എന്തിട്ട് ചെല്ലറോ യൂസ്ഫുൾ ಅಗತ್ಯ ಬೇಣವ್ರೆ അല്ല ഞമ്മക്ക് പൊടി കൊണ്ടോ നീ ഒന്നെല്ലാം പോയി നിൻ്റെ എല്ലാം വ്യാരിയും പോയി എല്ലാം പോയി ഇപ്പോൾ എന്താക്കുന്നത് സാറിൽ ഇൻഷാല്ല ശരിയാവും ಅಲ್ಲೇ ಓಕೆ അപ്പോൾ ನಮ್ಮ ಮಂಗಳೂರು ನಿಮ್ಮ ಆ್ಯಂಡಿಗಳು ಇವತ್ತು ವಿಡಿಯೋ ಮ್ಯಾಕ್ಸಿಮಮ್ ಶೇರ್ ಮಾಡಿ ಯಾಕಂದರೆ ಈ ಥರ ವಿಡಿಯೋ ತುಂಬ ಜನಕ್ಕೆ ಬೇಕು ಓಕೆ ಬೈ ಥ್ಯಾಂಕ್ ಯು ಹ್ಯಾವ್ ನೈಸ್ ಡೇ